സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വരുമാനത്തെ 4 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കാൻ സഹായിക്കുന്ന 30-30-30-10 എന്ന ഈ ലളിതമായ നിയമം പരിചയപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ പണം കൈകാര്യം ചെയ്യണമെന്ന് ഇത് പറഞ്ഞു തരുന്നു. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആദ്യ 30% ഭക്ഷണത്തിനും യൂട്ടിലിറ്റി ബില്ലുകൾ, ഗതാഗതം തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങൾക്കും മാറ്റിവെക്കുക. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണെങ്കിലും ഈ ഭാഗം അടിസ്ഥാന ജീവിത നിലവാരം ഉറപ്പാക്കുന്നു. രണ്ടാമത്തെ 30% നിങ്ങളുടെ സമ്പാദ്യം വളർത്താനുള്ള നിക്ഷേപങ്ങൾക്കാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ മറ്റ് വളർച്ചാ സാധ്യതയുള്ള ആസ്തികളിലോ ഈ തുക നിക്ഷേപിക്കാം. ദീർഘകാലത്തേക്ക് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ ഈ ഭാഗം പ്രധാനമാണ്. മൂന്നാമത്തെ 30% റിട്ടയർമെൻറ്റ് സമ്പാദ്യത്തിനോ അല്ലെങ്കിൽ വീട് വായ്പ പോലുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾക്കോ വിനിയോഗിക്കാം. നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം ഹൈബ്രിഡ് ഫണ്ടുകൾ പോലുള്ള സുരക്ഷിത മാർഗങ്ങളിൽ നിക്ഷേപിച്ച് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ ശ്രമിക്കുക. അവസാനത്തെ 10% എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത്യാഹിത ഫണ്ട്. ജോലി നഷ്ടപ്പെടുകയോ അപ്രതീക്ഷിത വൈദ്യസഹായം വേണ്ടിവരികയോ ചെയ്താൽ ഈ സുരക്ഷാ വലയം നിങ്ങൾക്ക് തുണയാകും. ഇത് ലിക്വിഡ് ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന മാർഗങ്ങളിൽ സൂക്ഷിക്കുക. ഈ 30-30-30-10 നിയമം കൃത്യമായി പാലിക്കുന്നത് നിങ്ങളെ എല്ലാ പ്രായത്തിലും സാമ്പത്തികമായി സുരക്ഷിതമായിരിക്കാൻ സഹായിക്കുന്നു. ഇന്നു തന്നെ ഈ നിയമത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങളുടെ സാമ്പത്തിക യാത്ര ആരംഭിക്കാൻ ശ്രമിക്കൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.